ഒരു വഴികാട്ടിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ ഞാൻ സ്വാഗതം പറയാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്റെ കൊച്ചി എന്ന സംഘടന തന്നെ പാവങ്ങൾക്ക് വേണ്ടി വളരെയേറെ സേവനം ചെയ്യുന്നുണ്ട്. അതിന്റെ ചുറ്റാൻ പിടിക്കുന്ന നമ്മുടെ ഷിബുവിനെ പോലെ തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സംരംഭത്തെ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് വന്നിരിക്കുന്ന മിസ്റ്റർ ജിജി, ഞാൻ വേറൊന്നും പറയുന്നില്ല, ഞങ്ങൾക്കെല്ലാം സുപരിചിതനാണ്, സ്വന്തമാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുണ്യകർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ബഹുമാനപ്പെട്ട മദർ മേരീശ്വരൻ ഈ പ്രത്യേകമായിട്ട് ഈ സമൂഹത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെയുള്ള ഓരോരുത്തരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നമ്മൾ വല്ലതും ചോദിക്കുക, നിങ്ങൾ ഒരു സഹായം ചെയ്യണം. അവര് ചെയ്ത വലിയ വലിയ കാര്യങ്ങളായിരിക്കും നമ്മളോട് അവരോട് നൽകാനില്ല. ഇപ്പൊ ഞാൻ ഒരാൾക്ക് 10,000 രൂപ കിടപ്പ് രൂപയ്ക്ക് കൊടുത്തേണു. ഇങ്ങനെയുള്ള അങ്ങനെ അല്ല. നമ്മളുടെ നല്ല മനസ്സും വലുതാണെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ട് 10 രൂപ, ഇല്ല എങ്കിൽ നമ്മളെ കുറിച്ച് പറയേണ്ട. ഇങ്ങനെ ഒരു മനസ്ഥിതി എനിക്കോ എന്റെ കൂടെ ഉള്ളവർക്ക് തോന്നാൻ കാരണം അവരുടെ കുടുംബത്തിലെ മാതാപിതാക്കൾ തന്നിട്ടുള്ളതാണ്. ഞങ്ങളുടെ അമ്മയോട് ചെറുപ്പം പറയും, മിണ്ടരുത്, വിശക്കുന്നവർ ഭക്ഷണം കൊടുക്കലാണ്. അത് എന്റെ പല ഗ്രൂപ്പായിട്ട് 1500 പേരുണ്ട്. ഇവിടത്തെ 31-ാം തീയതി അവസാനിച്ച കണക്കുകൾ വരെ അവിടെ എല്ലാവർക്കും അറിയാം. ഇപ്പോഴുള്ള കമ്പ്യൂട്ടറിലായിട്ട് അടിച്ചു കയറ്റുന്നേ ഉള്ളൂ. എല്ലാ കണക്കും എല്ലാ കാര്യവും ആരെല്ലാം ഡൊണേഷൻ തന്നിട്ടുണ്ട് ഇതെല്ലാം അല്ലേ? ജോസഫായി അറിയുന്നുണ്ടോ? ഇത് MMC ബാങ്കിലെ മാനേജറാണ്, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അംഗോ, ഇവിടെ ഇരിക്കുന്ന ഒരു അധ്യാപകര്, എല്ലാവരും തന്നെ ഓഫീസേഴ്സും ഇതൊക്കെയുള്ള അവരുടെ എന്തുകൊണ്ട് അവരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയുള്ള കാരുണ്യം നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അവര് വളർന്നു വന്ന സാഹചര്യങ്ങളും കഷ്ടപ്പെട്ടതാണ്. അല്ലെങ്കിൽ കുടുംബത്തിൽ മാതാപിതാക്കൾ കൊടുക്കുന്ന മാതൃക ഞാൻ അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ NGO ആണ്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, സർക്കാർ ഇതര സ്ഥാപനം, അത്രയും വളർന്നു നിൽക്കുന്ന 2 ദിവസം മുമ്പ് നമ്മൾ ഇതിന് ISO ലഭിച്ചു. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ നിലവാരത്തിലേക്ക് എന്ത് വെച്ച് വളരുന്നു എന്ന് പറയുമ്പോൾ സത്യം അഭിമാനം ഉണ്ട് എനിക്ക്. ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയ ട്രസ്റ്റ് ഇന്ന് ആ ലെവലിലോട്ട് കടന്നു പോകുന്നതില്ല. നിങ്ങൾ ഓരോരുത്തരും അഭിമാനിക്കണം. എല്ലാവിധ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഈ ഒരു പുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രഖ്യാപിക്കും. 1ാം ക്ലാസ് പഠിക്കുകയാണ്. നമ്മള് 3ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയാണ് എന്ന് പറഞ്ഞിട്ട് 10ാം ക്ലാസ് ഉണ്ട്. എന്നിരുന്നാലും 2 കുട്ടികളും മാത്രം 1ാം ക്ലാസ്സിലാണ്. വേദിയിലിരിക്കുന്ന എൻ്റെ കൊച്ചി സംഘടനയുടെ ചെയർമാനായ മിസ്റ്റർ ഷിബു, പിന്നെ അഗ്നസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ മിസ്റ്റർ ജോസഫ് ജോൺ സാറ്, പിന്നെ വേദിയിരിക്കുന്ന ഈ സംഘടനയുടെ എല്ലാ മറ്റ് അംഗങ്ങളും, പിന്നെ പ്രിയപ്പെട്ട മാനവർക്ക് കുഞ്ഞുമക്കളെ, ഈ കൊച്ചി ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ചത് ശിവനം പറഞ്ഞ മാതൃശ്വരിൽ നിന്നൊരു പ്രചോദനം, മാതൃശ്വര വഴികാട്ടിയായിരുന്നു പറഞ്ഞത്. കേരളത്തിൽ ഇപ്പോൾ സാധാരണ പൊതുവെ ആൾക്കാർ പറയുന്നത് കേരളത്തിൽ പാവപ്പെട്ടവരില്ല എന്നാണ്. ഞാനൊരു റിപ്പോർട്ട് വായിച്ചത് പാവപ്പെട്ട ആൾക്കാരില്ലാത്ത ഏറ്റവും പാവപ്പെട്ട കുറഞ്ഞത് പട്ടിക സംസ്ഥാനം 1ാം സ്ഥാനം ഗോവയ്ക്കും, 2ാം സ്ഥാനം നമ്മുടെ കേരളത്തിലാണ്. പക്ഷെ കേരളത്തിൽ പാവപ്പെട്ടവരില്ലാന്ന് പൊതുവെ പറയുന്നുണ്ടെങ്കിലും നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാർ പട്ടിണി കിടക്കുന്നവരും വിദ്യാഭ്യാസത്തിനും മെഡിക്കലിനും ഹൗസിങ്ങിനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് കണ്ണിൻ്റെയും കാണാൻ പറ്റും, സന്മനസ്സിൻ്റെയും നമുക്ക് എന്തെങ്കിലും ചെയ്യാനും പറ്റും. അപ്പം ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് മിസ്റ്റർ ഷിബുവിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ സാരി വിതരണം, പിന്നെ വസ്ത്രങ്ങൾ കൊടുക്കുന്നു, വിദ്യാഭ്യാസ സഹായം, പിന്നെ മെഡിക്കൽ സഹായം, ഇങ്ങനെ ഒരുപാട് സഹായങ്ങൾ
ഷിബുവിന്റെ മറ്റ് കൂട്ടുകാരും കൂടി ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്തതിന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനിയും ഇങ്ങനെ കുറെ നാളുകൂടി കൂടുതൽ സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബസ്സിക്ക് ഒരു ഉൾവിളി കിട്ടി. സ്ഥാപനത്തിൽ നിന്നും മാദ്രസായെന്ന മഠത്തിൽ നിന്ന് ഇറങ്ങി തെരുവിലേക്ക് പാവപ്പെട്ടവരിലേക്ക് കടന്നു തരാൻ വേണ്ടി മാദ്രസ ആദ്യം ആരംഭിച്ച സ്കൂൾ ഒരു മരത്തിന്റെ ചുവട്ടിലായിരുന്നു. സമ്പത്തോ കെട്ടിടങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മാദ്രസ ഒറ്റയ്ക്കായിരുന്നു. നമ്മൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തിന്റെ മക്കളാണ്. അവർക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോൾ ദൈവം എല്ലാം സാധിച്ചു തരും. ഇപ്പോൾ മാദ്രസയുടെ കാര്യം 5 രൂപയാണ്. ഒരു പിച്ചക്കാരൻ വന്ന് മാദ്രസയിലേക്ക് 10 രൂപ നീട്ടി. ആ മാദ്രസക്ക് വിഷമായിരുന്നു ഇയാളുടെ 10 രൂപ എടുക്കാനായിട്ട്. എന്നുവെച്ചാൽ അയാളുടെ അങ്ങനെ തിരുവനന്തപുരത്ത് കിട്ടിയ പൈസയാണ്. പക്ഷെ മാദ്രസയുടെ കയ്യിലെടുത്തു. അയാൾ പറഞ്ഞ് മാദ്രസ ചെയ്യുന്ന സേവനത്തിന് വേണ്ടി ഇതും സ്വീകരിക്കണം. നമുക്ക് സ്വീകരിക്കുന്നതിനേക്കാളും കൂടുതൽ ആഹ്ലാദം നമുക്ക് മറ്റുള്ളവർക്ക് അതിന് കൊടുക്കുമ്പോഴാണ്. നമുക്ക് സമ്മാനം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷെ നമ്മൾ അതിന് ഉപരിയായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനിയും ഇത് കൂടുതൽ മെമ്പേഴ്സ് വരാനും കൂടുതൽ ചാരിറ്റബിൾ പ്രവർത്തനം ചെയ്യാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. 15 ദിവസം നീളുന്ന പൾസ് ആൻഡ് ഫുഡ് തെറാപ്പി അതിനെ കുറിച്ച് നടക്കുകയാണ് സൗജന്യമായിട്ട്. രാവിലെ 9 മണി തൊട്ട് അരമണിക്കൂറാണ് അതിന് സമയം അനുവദിക്കുന്നത്. 5 മണി വരെ. അപ്പൊ 5:30 ക്ലോസ് ആവും. ഇങ്ങനെ ഈ 15 ദിവസം ചെയ്യണം. അതിൽ 10 ദിവസമെങ്കിലും മിനിമം ചെയ്യണം. ഇതിനെ കുറിച്ച് പറയുന്നതിനായിട്ട് ക്യാമ്പിന്റെ കോർഡിനേറ്റർ. ജീവിത ശൈലി രോഗങ്ങളുള്ളവരല്ലേ എല്ലാവരും. ജീവിതശൈലി രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ എല്ലാവർക്കും. ഷുഗർ, പ്രഷർ, തൈറോയിഡ്, സ്ട്രോക്ക്. ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതാണ്. ചികിത്സ നടത്തണം. ആൾക്കാരൊക്കെ ഇവിടെ കാണും. ഞങ്ങൾ മൂലകുഴി, പിന്നെ കൊച്ചിയില്, മട്ടാഞ്ചേരിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തണം എന്നൊരു ആലോചന വന്നപ്പോൾ ഞങ്ങൾ അത് അനുവദിച്ചു. ഞങ്ങള് വന്നത് നസ്രത്ത് പള്ളിയിൽ അച്ഛനെ കാണാനാണ് വന്നത്. അച്ഛനൊരു മിഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഞങ്ങൾ ശിവചേട്ടനെ കണ്ടു. വന്നപ്പോഴത്തേക്കും പുള്ളി ഞങ്ങൾ ചോദിച്ചു, ഒരവസരം തന്നു. 15 ദിവസത്തെ സൗജന്യ ക്യാമ്പാണ്. ക്യാമ്പ് രാവിലെ 9 മണി തുടങ്ങി 5 മണി വരെ. പിന്നെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ നല്ല മുക്തമായിട്ട് ഉള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. കാരണം ഈ കുട്ടി ചെയ്തതാണ്, നമുക്കറിയാം. പിന്നെ ഇവിടെ പലരും ചെയ്തിട്ടുണ്ട്, വന്ന ആൾക്കാർക്കൊക്കെ അറിയാം. മൂലഗുണവരോടും പറയാം, രാവിലെ 9 മണിയോടെങ്കിലും വരാൻ പറയുക. രാവിലെ വരുമ്പോൾ 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരാൻ പറയാ. ഭക്ഷണം പിന്നെ കൂടുതൽ വിശദീകരണങ്ങൾ 28-ാം തീയതി രാവിലെ 10 മണിക്ക് ഉദ്ഘാടനത്തിന്റെ സമയത്ത് സാറ് നന്നായിട്ട് ക്ലാസ് എടുത്ത് എല്ലാവർക്കും തരും. ഓക്കെ, വളരെ നല്ലതാണ്. നെർവ്സിന്റെ ഇതിൽ കൂടിയുള്ള രക്തഓട്ടം, അത് ചെറിയ മൈനർ സൊല്യൂട്ട് ഷോക്കുകൾ ഇലക്ട്രിക്കൽ ഇതിൽ അങ്ങനെ ക്ലിയർ ആക്കി എടുക്കുന്ന ഒരു തെറാപ്പിയാണ് ഫുഡ് ആൻഡ് പൾസ് തെറാപ്പി. നിങ്ങൾ കഴിയുന്നവരും അടുത്ത ആഴ്ച ഇതിന്റെ നോട്ടീസൊക്കെ പലയിടത്തും ഇറങ്ങും. എല്ലാവരും അവര് പരസ്പരമൊക്കെ പറഞ്ഞിട്ട് 9 മണി മുതൽ 5 മണി വരെ ഉണ്ട്, അരമണിക്കൂർ. ഒരേ സമയം 10 പേർക്കാണ് ഇവിടെ സൗകര്യമുള്ളൂ. 10 പേര് ചെയ്യും. അപ്പൊ നമുക്ക് സമയമുണ്ടാവും. എന്നവർക്ക് ചെയ്ത് പെട്ടെന്ന് പോകാം. അപ്പോൾ വന്ന പേര് എഴുതിയാൽ മതി. എന്നിട്ട് അവര് ഏറ്റവും അവരുടെ നഴ്സസ് ഉണ്ടാവും. അവര് നിങ്ങളെ ഗൈഡൻസ് ചെയ്യും. എൻ്റെ കുട്ടിയുടെ നമുക്കിവിടെ ഇത്തരമൊരു സംരംഭം ഒരുക്കുക. എൻ്റെ കുട്ടിയുടെ കോർഡിനേറ്ററും നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തുമായ ശ്രീ ഷിബു പുറയിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ ഫിനാൻസ് കോളേജിന്റെ പ്രിൻസിപ്പാളും നമ്മളുടെ എല്ലാവരുടെയും സുഹൃത്തുമായ ശ്രീ ജോസഫ് ജോൺ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അതേപോലെ ഒത്തിരി പരിപാടികളുണ്ടായിട്ടും നമ്മുടെ മേരി ഷെറിൻ സിസ്റ്ററിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ കുട്ടിയുടെ മറ്റെല്ലാ വ്യക്തികൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് മെഡിക്കൽ ക്യാമ്പിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് എന്നോട് എത്തിയിട്ടുള്ള
ശൈലജും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്.